മടിയുള്ള ദിവസമെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, അതായത് നമുക്കൊരു 5-10 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഇത്. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലെല്ലാം വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് മുട്ടയാണ് വേണ്ടത്. 3 മുട്ട എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ മുട്ട പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 3 മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഞാൻ ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഇതുപോലെ നല്ലോണം മിക്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ചേർക്കാനുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഒരു ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ക്യാപ്സിക്കം ആണ്. ഒരു ചെറിയ ക്യാപ്സിക്കം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ നിങ്ങൾ 1-2 പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമുക്കൊരു ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് എടുത്താൽ മതി. അപ്പൊ ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് അരിപ്പൊടിയാണ് കേട്ടോ വേണ്ടത്. 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അരിപ്പൊടി നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ റാഗിപ്പൊടിയോ മറ്റോ ചേർത്ത് കൊടുത്താലും മതി. അപ്പൊ അതിനുശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത് മിക്സ് ആക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് കുറച്ച് കട്ടിയായിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പാല് ചേർക്കുന്നുണ്ട്. പിന്നെ പാല് ചേർക്കുന്ന സമയത്ത് കുറേയൊന്നും ഒഴിച്ചു കൊടുക്കരുത്. 1-2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഇതിന്റെ കൂടെ ഒരു മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഞാനിതാ കുറച്ച് മാത്രം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ കുറേയൊന്നും ലൂസ് ആക്കരുത്. ഇത് ഇതേപോലെ തന്നെയാണ് കേട്ടോ വേണ്ടത്. ഞാനിപ്പോ കാണിക്കുന്നില്ലേ, ഈ ഒരു കട്ടിയിൽ തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കണം. ലൂസായി പോയാൽ നമുക്കിത് സെറ്റായി കിട്ടാൻ കുറച്ച് പാടായിരിക്കും കേട്ടോ. അപ്പൊ ഇത് ഞാൻ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിതാ ഒരു സോസ് പാൻ എടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. എല്ലാ സ്ഥലത്തും ഈ നെയ്യ് ആവുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ കണ്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലാ സ്ഥലത്തേക്കും ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പൊ ഇതുപോലെ ലെവലാക്കി കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മല്ലിയിലയോ അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിലയോ മറ്റോ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ലോ ഫ്ലെയിമിൽ നമ്മൾ കുറച്ച് സമയം വെക്കുമ്പോഴേക്കും തന്നെ ഇതുപോലെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ടാവും. ഇതിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ സൈഡെല്ലാം വിട്ട് വന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. അപ്പൊ ഇത് ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതിന്റെ മുകളിലും കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് മൊരിച്ചിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതിന്റെ മുകളിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ മറ്റോ ആക്കിയിട്ട് ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് മാത്രം ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുത്താൽ മതി. അപ്പൊ അത്രേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലും സിമ്പിൾ ആയിട്ടുള്ള വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവില്ല. അത്രയ്ക്കും ഈസിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാൻ. നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും കഴിക്കാൻ പറ്റുന്ന ഈസി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.